ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് അഡ്വക്കേറ്റ് റഹീം കൽപ്പറ്റയാണ്. അദ്ദേഹം കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ നിന്നും അഡീഷണൽ രജിസ്ട്രാറായി വിരമിച്ചു. അദ്ദേഹം 2001 മുതൽ ഓർഗനൈസറായും ഫാക്കൽറ്റിയായും സിജിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സിജി വയനാട് യൂണിറ്റിന്റെ സെക്രട്ടറിയായി കഴിഞ്ഞ 10 വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരുന്നു. റിട്ടയർമെന്റിനു ശേഷം കൽപ്പറ്റ ഡിസ്ട്രിക്ട് കോർട്ടിൽ ലോയറായി പ്രാക്ടീസ് ചെയ്യുന്നു. അദ്ദേഹം ബാങ്കിംഗ്, ലോ, മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ മേഖലകളിലെല്ലാം പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിത്വത്തിന് ഉടമയാണ്. അദ്ദേഹം വയനാട് മുസ്ലിം ഓർഫനേജ് കമ്മിറ്റിയുടെ മെമ്പറും WMO ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ഡയറക്ടറുമാണ്. ഏറെ സ്നേഹത്തോടെ മിസ്റ്റർ റഹീം കൽപ്പറ്റ സാറിനെ ഡിവിഷൻ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന, മനസ്സിൽ നന്മ മാത്രം സൂക്ഷിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. എല്ലാവരെയും ഡിവിഷൻ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡിവിഷന്റെ ഡയറക്ടർ ലൂസിയ മാഡത്തിനെയും ടീം ചാർജിലെ മറ്റ് അംഗങ്ങളെയും സംഘാടക അംഗങ്ങളെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് റഹീം സാറിനെ ക്ഷണിക്കുന്നു. സർ, ദി സ്റ്റേജ് ഈസ് യുവേഴ്സ്. അസ്സലാമു അലൈക്കും. ഗുഡ് മോർണിംഗ് ടു ഓൾ. പ്രിയപ്പെട്ട ഡിവിഷൻ സംഘാടകർ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നമ്മുടെ ഇന്നത്തെ വിഷയം പാരന്റിങ് ദ യൂത്ത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ വിഷയം ഡിവിഷൻ പ്രവർത്തകർ തന്നതല്ല. ഞാൻ ഏതെങ്കിലും ഒരു വിഷയം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ കയറി വന്നൊരു വിഷയം അങ്ങോട്ട് പറഞ്ഞു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വിഷയം എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഈ ക്ലാസ്സിൽ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊക്കെ സിജിയിലും അല്ലാതെയൊക്കെ നിരന്തരമായി വ്യത്യസ്തമായ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അതിലൊരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് പാരന്റിങ് ആണ്. പാരന്റിങ്ങിന് എൻ്റെ ഒരു ചെറിയ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റും, ഒരു എവർഗ്രീൻ ടോപ്പിക്കാണ് യഥാർത്ഥത്തിൽ പാരന്റിങ്. എല്ലാ കാലത്തും ഒരേപോലെ ഡിമാൻഡുള്ളൊരു വിഷയം, വളരെ പ്രസക്തമായ വിഷയം, കാലം ചെല്ലുന്തോറും പ്രാധാന്യം കൂടി വരുന്നൊരു വിഷയം. പക്ഷെ നാം എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളെ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുമായി ബന്ധപ്പെട്ട പാരന്റിങ് ആണ്. ഒരുപക്ഷെ ഒരു ടീനേജ് ഒക്കെ നമ്മൾ, ഒരുപക്ഷെ അല്ല, പ്രധാനമായും ടീനേജിലേക്കൊക്കെ നമ്മൾ പോവാറുണ്ട്. പക്ഷെ എൻ്റെ ഒരു ജീവിതാനുഭവത്തിൽ നിന്ന്, ഞാൻ 3 കുട്ടികളുടെ പിതാവാണ്. എനിക്ക് 5 സഹോദരിമാരുണ്ട്, 3 സഹോദരന്മാരുണ്ട്. അവർക്കൊക്കെ മക്കളുണ്ട്. 35 വർഷമായി ഞാൻ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ സഹപ്രവർത്തകരുണ്ട്. അവരോടൊക്കെ ഉള്ള ഒരു ഇടപഴകലിലും ഒരു ഒബ്സർവേഷനിലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത്, പാരന്റിങ്ങിൽ സുപ്രധാനമായ ഒരു മേഖലയാണ് ഈ മുതിർന്ന കുട്ടികളെ പാരന്റിങ് എങ്ങനെയായിരിക്കണം, എന്താണ് അവരെ നമ്മളെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ള ഒരു വിഷയം വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ നിരീക്ഷണത്തിൽ കുട്ടികൾ വലുതാവുമ്പോഴാണ് പാരൻസ് കൂടുതൽ കൺസേൺഡ് ആവുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. ഗ്രോണപ്പായ കുട്ടികളാണ് ഇപ്പോൾ എല്ലാ രക്ഷിതാക്കളുടെയും മുമ്പിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് എനിക്ക് തോന്നുന്നു. അതിന് കാരണം, ചെറിയ കുട്ടികളാവുമ്പോൾ രക്ഷിതാക്കൾക്ക് ഒരു സേ ഉണ്ട് അവരുടെ ജീവിതത്തിൽ, അവരെ രൂപപ്പെടുന്നതിൽ, അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ. കുട്ടികൾക്ക് വലിയ ചോയ്സ് ഇല്ല. ചെറിയ ഇഷ്ടം ഒക്കെ പറയുമെങ്കിലും അൾട്ടിമേറ്റ്ലി ചോയ്സ് പാരന്റിനായിരിക്കും. മാത്രമല്ല, കുട്ടികളെ വളർത്തുന്നത്, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ വളർത്തുന്നതിൽ
ഒരു സ്റ്റാൻഡേർഡ് പാറ്റേൺ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ പ്ലേ സ്കൂള്, LKG, UKG, പിന്നെ സ്വാഭാവികമായിട്ടും സ്കൂൾ പഠനം, അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട്. അതിൽ സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നിടത്ത് അല്ലെങ്കിൽ മറ്റു ചില അതിനോട് കൂടെ കൊടുക്കേണ്ട ചില എക്സ്ട്രാ കരിക്കുലർ സപ്പോർട്ട്, ട്രെയിനിങ്ങൾ, ഇങ്ങനത്തെ ചില കാര്യങ്ങളിൽ മാത്രമാണ് ഒരു വലിയ വ്യത്യാസം വരുന്നത്. ബാക്കി എല്ലാം ഒന്നാണ്. ഈ സ്റ്റാൻഡേർഡിന്റെ ഉള്ളിൽ മെച്ചപ്പെട്ടത് എന്ത് എന്നൊരു തെരഞ്ഞെടുപ്പിന്റെ കാര്യം മാത്രമേ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ പഠനവും കുട്ടികളുടെ സ്വഭാവ രൂപീകരണമായിട്ട് പ്രധാനമായിട്ട് വരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ അതിന് വലിയ റോളുണ്ട്, ഇല്ല എന്നല്ല അർത്ഥം. പക്ഷേ കുട്ടികൾ വലുതാവുമ്പോൾ ചിത്രം മാറും. കുട്ടികൾ വലുതാവുമ്പോൾ ഈ സ്റ്റാൻഡേർഡ് പാറ്റേൺ ഇല്ലാതാവുന്നു എന്ന് മാത്രമല്ല, ഇനി അങ്ങനെ സ്റ്റാൻഡേർഡ് പാറ്റേൺ ഉണ്ടെങ്കിൽ തന്നെ ആ സ്റ്റാൻഡേർഡ് പാറ്റേൺ വല്ലാത്ത പ്രസക്തി ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ രക്ഷിതാവിൻ്റെ ചോയ്സിന് വലിയ പ്രാധാന്യം ഇല്ലാതായി പോവുകയും കുട്ടികളുടെ ചോയ്സിന് കുറച്ചും കൂടെ മുൻഗണന വരികയും ചെയ്യുന്ന ഒരു ഘട്ടം വരും. സ്വാഭാവികമായിട്ട് പലപ്പോഴും രക്ഷിതാക്കൾ മനസ്സോടെ കുട്ടികളുടെ ചോയ്സിന്റെ കൂടെ നിൽക്കേണ്ടി വരും. നമ്മൾ രക്ഷിതാക്കൾ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഔട്ട്കം, കുട്ടികളിൽ നിന്നൊരു ഔട്ട്കം ഉണ്ടാവാത്ത സാഹചര്യം നമുക്ക് കൂടുതൽ അസ്വസ്ഥതയും നിസ്സഹായതയൊക്കെ നമ്മളെ ലൈഫിലും കുടുംബത്തിലും ഉണ്ടാക്കും. പലപ്പോഴും കുട്ടികൾ അവരുടെ കാര്യങ്ങൾ, അവരുടെ തീരുമാനങ്ങൾ, ചോയ്സിൽ ഉറച്ചു നിൽക്കുകയും വാശി പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ശരിയല്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ള രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാക്കുന്ന അസ്വസ്ഥയും നിസ്സഹായതയും ഒക്കെ വളരെ വലുതാണ്. നമ്മൾ പല ആളുകളോടും സംസാരിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്താ ചെയ്യാം? കുട്ടി പറഞ്ഞാൽ അനുസരിക്കണ്ടേ, ഞാൻ പറഞ്ഞ കേൾക്കണ്ടേ എന്നൊക്കെയുള്ള സാധാരണതയുള്ള കമൻസ് അല്ലെങ്കിൽ ആ പരിദേവനം നമുക്ക് നിരന്തരമായി കേൾക്കാൻ പറ്റും. രക്ഷിതാക്കൾ എന്നുള്ള രീതിയിൽ നമ്മളൊക്കെ അത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഒരു നിസ്സഹായതയൊക്കെ വന്നുപെടുമ്പോൾ അത് രക്ഷിതാവ് എന്നുള്ള ഒരു വ്യക്തി ഉണ്ടല്ലോ, അല്ലെങ്കിൽ രക്ഷിതാക്കൾ എന്ന് പറയുന്ന വ്യക്തികൾ, അവരിലുണ്ടാക്കുന്ന അല്ല ആ കുടുംബത്തിൽ ഉണ്ടാക്കുന്ന ഒരു കോൺസിക്വൻസ് അത് ചില കേസിൽ വളരെ വലുതാണ്. അപകടകരമായ സ്ഥിതിയിലേക്ക് ആ കോൺസിക്വൻസ് ചിലപ്പോൾ മാറാം. ആ കോൺസിക്വൻസ് ഈ കുട്ടിയെ ബാധിക്കും, ആ കുടുംബത്തെ ബാധിക്കും, ആ കമ്മ്യൂണിറ്റിയെ ബാധിക്കും, നാട്ടിനെ ബാധിക്കും. ശരിക്കും പറഞ്ഞാൽ എന്തായിരിക്കും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷന്റെ കോൺസിക്വൻസ്, ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് ശരിക്കും ഒരു ബ്രെയിൻ സ്റ്റോമിലൂടെ നമ്മൾ ലിസ്റ്റ് ചെയ്യേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് മുതിരുന്നില്ല. ഇനി നമുക്ക് ഇതിന്റെ അടുത്ത പാർട്ട് യൂത്ത് എന്താണെന്ന് നോക്കാം. നമുക്ക് യൂത്ത് എന്താന്നുള്ളത് ചോദിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ഒരു യൂത്ത് ഇങ്ങനെ രൂപപ്പെട്ടു വരും. ഒരു പർട്ടിക്കുലർ പ്രായത്തിലുള്ള ആൾക്കാർ, അവരെ ശാരീരിക ഘടന, അവരുടെ രീതികൾ, ടേസ്റ്റുകളൊക്കെ നമുക്ക് ഇങ്ങനെ രൂപപ്പെട്ടു വരും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ യൂത്ത് പോളിസി പ്രകാരം യൂത്ത് എന്നുള്ളത് 15 വയസ്സിനും 29 വയസ്സിനും ഇടയിലുള്ള ഏജ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. ഇതിനെ കുറിച്ചൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നല്ലതാണ്. നമ്മൾ പല സംഘടനകളിലുള്ള 45 വയസ്സൊന്നുമല്ല സർക്കാരിന്റെ യൂത്ത്. ഈ വിഭാഗത്തിൽപ്പെടുന്ന 37 കോടി ആളുകളാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഉള്ളത് എന്നാണ് കണക്ക്. 37 കോടി എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഇപ്പോഴുള്ള കണക്കനുസരിച്ചിട്ട് മൊത്തം പോപ്പുലേഷന്റെ 27% വരും. യൂത്ത്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ യൂത്ത്
എന്താണ് അവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്താ, അതുണ്ടാക്കുന്ന അവര് സോഷ്യൽ കോൺസിക്വൻസ് എന്താ, എന്താണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോ ആ വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താന്നൊക്കെ ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ഒരു വലിയ ചർച്ചക്കും ഒരു ബ്രെയിൻ സ്റ്റോമിങ്ങിനൊക്കെ നല്ല സ്കോപ്പ് ഉണ്ട്. ഒരു വിഷയത്തിലോ 2 വിഷയത്തിലൊന്നും ഒതുങ്ങി നിൽക്കുന്ന വിഷയമല്ല. നമ്മളെല്ലാവരെയും ഒരേപോലെ ചിന്തിപ്പിക്കുന്ന, അല്ലെങ്കിൽ പാരൻസ്, ആ പ്രായത്തിലുള്ള കുട്ടികളുടെ പാരൻസ് ആണെങ്കിൽ നമ്മളെല്ലാവരെയും വല്ലാതെ എന്താ പറയാ, അതുമായി ബന്ധിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്കൊക്കെ പറയാനുണ്ട്. രക്ഷിതാക്കളായ ആൾക്കാർ പരസ്പരം സംസാരിക്കുമ്പോൾ അവരാദ്യം പറയുന്ന അവരുടെ ഫസ്റ്റ് ടോപ്പിക്ക് ഒരു 70% കുട്ടികളെ കുറിച്ചായിരിക്കും. അതിന് കാരണം വെച്ചാൽ അവരുടെ മനസ്സിൽ അത്രത്തോളം ഈ കാര്യം അവർ മനസ്സിനെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. പക്ഷെ അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്കൊന്നും ഇപ്പൊ നമുക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ടും ഞാൻ എൻ്റെ ടോപ്പിക്കിൽ ഒരു വിഷയത്തിലേക്ക് മാത്രം ലിമിറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കാം. എനിക്ക് തോന്നുന്നത് രക്ഷിതാക്കൾ എന്നുള്ള രീതിയിൽ എല്ലാ രക്ഷിതാക്കളെയും ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന വിഷയം എന്ന് പറയുന്നത് കുട്ടികളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് മുതിർന്ന കുട്ടികളുടെ കാര്യത്തിൽ, എന്താവും ഇവന്റെ ഭാവി എന്നുള്ളത്. ഈ എന്താവും നിന്റെ ഭാവി എന്ന് പറഞ്ഞാൽ എന്തോ വലിയൊരു സാധനം ആവില്ലല്ലോ എന്നുള്ള സങ്കടമല്ല, ഒന്നും ആവാതെ പോകുമോ എന്നുള്ള ആശങ്കയാണ് എന്നാണ് എനിക്ക് കൂടുതൽ തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഇതില് സാമ്പത്തിക രംഗത്തെ കുറിച്ചൊക്കെ നിരീക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ഗ്രൂപ്പിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ കുറച്ചു കാലത്തെ ഡാറ്റ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന സംഭവം ഒരു വലിയ മോൺസ്റ്ററായി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. തൊഴിലില്ലായ്മ എല്ലാ കാലത്തും ഉണ്ട്. പക്ഷെ ഇപ്പോ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ അതിന്റെ ഭീകരത വളരെ കൂടുക. കാരണം വെച്ചാൽ ലൈഫിന്റെ കോസ്റ്റ് കൂടുമ്പോൾ വരുമാനം ഇല്ലാതെ ജീവിക്കാനാവില്ല. വരുമാനം ഉണ്ടാവാൻ സാധ്യതയുള്ള മാർഗങ്ങൾ അടയുമ്പോൾ കൂടുതൽ അസ്വസ്ഥരും കൂടുതൽ മാനസികവും മറ്റുമായ പ്രശ്നങ്ങളിലേക്കൊക്കെ കുട്ടികളും കുടുംബം എത്തിപ്പെടും. അർബൻ യൂത്തിന്റെ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഈ 2025 ജൂണിലെ കണക്ക് പ്രകാരം 18.8% എന്ന് പറഞ്ഞാൽ തൊഴിലില്ലായ്മയുടെ സാധാരണ നിരക്കുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് വലിയ നിരക്കാണ്. 18.8 എന്ന് പറയുന്ന നിരക്ക് 2025 ജൂണിലെ കണക്കാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ അതിനുശേഷം ഇപ്പൊ ഒരു വർഷത്തോളം, ഇപ്പോ ഒരു വർഷം പൂർത്തിയായി, ഏകദേശം പൂർത്തിയാവണം. ആ ഒരു വർഷത്തെ ട്രെൻഡ് പരിശോധിച്ച് നമുക്ക് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ നമ്മുടെ രാജ്യം തൊഴിലവസരങ്ങളുടെ ഒരു ശവപ്പറമ്പായി മാറുന്നതാണ്. വെറുതെ ശ്രദ്ധിച്ചാൽ അറിയാം, കഴിഞ്ഞ ഈ ഒരു വർഷത്തിനിടയിൽ മാത്രം IT സെക്ടറിൽ ഏകദേശം 2% ജീവനക്കാരെയാണ് കുറച്ചിട്ടുള്ളത്. TCS 19,000-ഓളം ആളുകൾ കട്ട് ചെയ്തു എന്ന് നമുക്ക് വായിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒറാക്കിൾ 12,000-ഓളം ആൾക്കാരെ കട്ട് ചെയ്തു. സ്റ്റാർട്ടപ്സ്, വിവിധമായ സ്റ്റാർട്ടപ്സ് മേഖലയിൽ 25,000-ഓളം തൊഴിലുകൾ നഷ്ടപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായ കണക്ക്. ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോംസ്, ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലത്തെ സ്ഥാപനങ്ങളും വലിയ തോതിൽ ആളുകളുടെ എണ്ണം കുറക്കുന്നു. ഫിൻടെക് കമ്പനികൾ നിങ്ങൾക്ക് അറിയായിരിക്കും, അതാണ് ഇപ്പോഴത്തെ ഒരു മെയിൻ ലെൻഡിങ് ഏരിയ. ഫിൻടെക് കമ്പനികൾ വലിയ തോതിലുള്ള എംപ്ലോയ്മെന്റ് ആളുകളെ തൊഴിൽ മേഖലയിൽ നിന്ന് ആളുകളെ കുറക്കുന്നു. അതേപോലെ തന്നെ മാനുഫാക്ചറിങ് മേഖലയിലും ഇതേ ട്രെൻഡ് തുടരുന്നു എന്നുള്ളതാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുന്ന കണക്കുകൾ. അല്ലാത്ത നമ്മുടെ ഈ സാമ്പത്തിക രംഗത്ത് നിരീക്ഷണം നടത്തുന്ന ആളുകൾക്കൊക്കെ വലിയ കണക്കുകൾ പറയാനുണ്ട്. ഇപ്പോൾ ഈ അവസ്ഥയിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ ഇങ്ങനെ വളരെ പ്രതീക്ഷയോടെ വെച്ച് നടത്തിയ മക്കളെ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാനാവുമോ എന്നുള്ള ആശങ്ക നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത്, എന്താണ് നമ്മുടെ ഈ യൂത്ത് ഇപ്പൊ ഫേസ് ചെയ്യുന്ന പ്രതിസന്ധി എന്നുള്ളതിനെ കുറിച്ച് ഒരു 3-4 പോയിന്റ്സ് മാത്രം പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. ഒന്ന്, 20-29 വയസ്സിനിടയിലെ
അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞത്, തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഗ്രാജുവേറ്റ്സിന്റെ എണ്ണം അല്ലെങ്കിൽ ബിരുദധാരികളുടെ എണ്ണം 67% എന്നാണ് കണക്ക്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ക്വാളിഫിക്കേഷനും തൊഴിലും തമ്മിലുള്ള ഒരു മിസ്മാച്ചാണ്. ആ മിസ്മാച്ച് നമ്മൾ ഇപ്പൊ സിജി പ്രവർത്തകർ എന്നുള്ള രീതിയിൽ നിരന്തരമായി ക്ലാസ് എടുക്കാൻ പോകുന്ന ആളുകൾ എന്നൊക്കെ നമ്മൾ വലിയ ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതാണ്. എന്താണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കുട്ടികൾ ഇപ്പൊ സെലക്ട് ചെയ്യുന്ന വിദ്യാഭ്യാസ രീതിയും തൊഴിൽ മേഖലയും തമ്മിലുള്ള ഒരു മിസ്മാച്ചിനെ കുറിച്ചുള്ള ബോധ്യം. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ നീറ്റ് പോപ്പുലേഷൻ, നീറ്റ് പറഞ്ഞാൽ NEET പോപ്പുലേഷന്റെ തോത് വളരെ വർദ്ധിച്ചു വരുന്നതാണ്. നീറ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ എല്ലാവർക്കും അറിയാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. നീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടേമിന്റെ ഷോർട്ട് കട്ടാണ്. നീറ്റ് മീൻസ് നോട്ട് ഇൻ എംപ്ലോയ്മെന്റ്, എഡ്യൂക്കേഷൻ ഓർ ട്രെയിനിങ്. ഈ ഒരു വിഭാഗം ആളുകൾ വളരെ കൂടിക്കൂടി വരിക. സത്യം പറഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഒരു എന്താ പറയുക, ഒരു ലൂസ് കാലഘട്ടം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അതിങ്ങനെ നിരന്തരം പഠിച്ചു പോവാം. ആ പഠിച്ചു പോകുന്നത് രക്ഷാക്കാതൽ ആ കോഴ്സ് ഈ കോഴ്സ് എന്ന് പോകും. അത് കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞാൽ ഇവര് വിദ്യാഭ്യാസം നിന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ നിൽക്കും. അതോടൊപ്പം തന്നെ ഇവർക്ക് പണിയൊന്നുമില്ല. അതേ സമയത്ത് യാതൊരു തരത്തിലുള്ള ട്രെയിനിങ്ങും ഇവർക്ക് അവൈലബിളും അല്ല. ആ ഒരു അവസ്ഥ വരുമ്പോൾ ഈ യൂത്തിന്റെ ഒരു അണ്ടർ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് വല്ലാതെ കൂടുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഒരു സിഗ്നിഫിക്കന്റ് അണ്ടർ യൂട്ടിലൈസേഷൻ നമുക്ക് ഈ യൂത്തിന്റെ ഇടയിൽ കാണാൻ പറ്റും എന്നുള്ള. രണ്ടാമത്തെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എല്ലായിടത്തും ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ജീവിതാനുഭവത്തിൽ എനിക്ക് പറയാൻ പറ്റും. ഞാൻ ഒരുപാട് സ്ഥാപനങ്ങളുടെ മേധാവിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അങ്ങനെ സ്ഥാപനങ്ങളിൽ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാനമായിട്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സ്കിൽ ഡെഫിസിറ്റ് ആണ്. ഒരു പണി നമുക്കൊരാൾക്ക് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പണി നമ്മുടെ മോന് കിട്ടണമെങ്കിൽ, മോക്ക് കിട്ടണമെങ്കിൽ ആ കുട്ടിയുടെ സ്കിൽ സെറ്റ് എന്താണെന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ പിന്നെ എന്താ പറയാ, കുട്ടികളുടെ ടെക്നിക്കൽ ആ ടൈപ്പുള്ള സ്കില്ല് അത് എടുത്താൽ നമ്മളിപ്പോ നിലവിലുള്ള ഡാറ്റ പ്രകാരം വെറും 4-5% നിലവിലുള്ള യൂത്ത് പോപ്പുലേഷനിലെ ലെസ് ദാൻ 5% കുട്ടികൾ മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള ഫോർമൽ വൊക്കേഷണൽ ടെക്നിക്കൽ ട്രെയിനിങ് കിട്ടിയ കുട്ടികളുള്ളൂ എന്നാണ് കണക്ക്. സ്വാഭാവികമായും സ്കില്ല് ആവശ്യമുള്ളിടത്ത് ഈ കുട്ടികളെല്ലാവരും തള്ളിക്കളയുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഗ്രാജുവേറ്റ് അൺഎംപ്ലോയ്മെന്റ് കാര്യം ഓൾറെഡി പറഞ്ഞു. അതിന്റെ കൗണ്ടിങ് എന്ന് വെച്ചാൽ 1.1 കോടി ആൾക്കാരാണ് നിലവിൽ 20-29 വയസ്സിന്റെ ഇടയിലെ ഗ്രാജുവേറ്റ്സ് ആയ ആളുകളുടെ അൺഎംപ്ലോയ്ഡ് എന്നാണ് കണക്ക്. ഇനി നമ്മൾ സാധാരണ ഇതിനൊക്കെ ഓവർകം ചെയ്യുന്നത് പിന്നെ എന്താ പറയാ, നാട് വിട്ടിട്ടാണ്, അല്ലെങ്കിൽ പുറത്തു പോയി അന്വേഷിച്ചിട്ടാണ്. അടുത്ത ദിവസങ്ങളിലെ പത്രവാർത്തകൾ മീഡിയ ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ലൈവ് എക്സാമ്പിളുകളിന് പറയാൻ പറ്റും. പക്ഷെ ഈ സമയം അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. നിങ്ങൾ വെറുതെ ജസ്റ്റ് പോണ്ട. ഇപ്പൊ US വലിയൊരു വിഭാഗം എഡ്യൂക്കേറ്റഡ് ക്വാളിറ്റി ആളുകൾ പോയിക്കൊണ്ടിരുന്ന രാജ്യമാണ്. കാനഡ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു എംപ്ലോയ്മെന്റ് ഏരിയയാണ്. UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇത് ഈ പറയുന്ന വെസ്റ്റേൺ അല്ലെങ്കിൽ ഡെവലപ്ഡ് നേഷൻസിന് എടുത്താൽ എത്രത്തോളമാണ് നമ്മൾ റിജക്ട് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ എന്താ പറയാ ടെക്കീസോ അല്ലെങ്കിൽ ഇന്ത്യൻ ജോബ് സീക്കേഴ്സിന്റെ സ്ഥിതി ഈ രാജ്യങ്ങളിലൊക്കെ വളരെ ദയനീയമായി കുറഞ്ഞു വരുന്നത് മാത്രമല്ല, എങ്ങനെ വീട് വിറ്റിട്ടോ പണയം വെച്ചിട്ടൊക്കെ പുറത്തുപോയി പഠിച്ച കുട്ടികളൊക്കെ ഇപ്പൊ അതേപോലെ ഉള്ള ആവശ്യമില്ലാത്തൊരു ഡിഗ്രി കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വരുന്നതാണ്. എന്ന് വെച്ചാൽ അവിടെ യാതൊരു തരത്തിലും അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല, തൊഴിൽ കിട്ടുന്നില്ല. മാത്രമല്ല കിട്ടിയാൽ തന്നെ ഭയങ്കര റേഷ്യൽ ഇഷ്യൂസ് ഒക്കെ ആയിട്ടുള്ള ഒരു ദുരന്തമാണ്. പോയാൽ മഹാഭൂരിപക്ഷവും തിരിച്ചു വരേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഇനി ഫൈനലി നമ്മുടെ ഏറ്റവും വലിയ തൊഴിൽ ഏരിയ എന്ന് പറഞ്ഞാൽ GCCയിലെ സ്ഥിതി ഇപ്പം നമുക്കറിയാം. അതേക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. ഞാൻ വളരെ സ്പീഡിലേക്ക് പോകാം. എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ എവിടേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് ദിശ, ഇതില് നമ്മുടെ പാരൻസിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇത് മൂന്നും ഒരു വലിയ ചോദ്യമാണ് എന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്. നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ
തീരെ ശുഭകരമല്ലാത്ത സാമ്പത്തിക സാമൂഹിക ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിപ്പോ നമുക്ക് ഈ പറഞ്ഞതെന്നൊക്കെ മനസ്സിലാവും. നമ്മുടെ ഒരു രീതി നമ്മൾ ചെയ്തുകൊണ്ട് ഒരു സാമ്പ്രദായിക രീതി എന്ന് വെച്ചാൽ പിന്നെ കുട്ടികൾ എന്ന് പറയുന്ന ഒന്നും ഇപ്പോൾ ആ പഴയ ഏജ് ഒന്നുമല്ല. നമ്മുടെ വീട്ടിലെ കുട്ടികൾ 25-30 വയസ്സാണ് നമ്മൾ കുട്ടികൾ തന്നെയാണ് വിളിക്കുന്നത്. കുട്ടികളുടെ പിന്നെ എല്ലാ ഇഷ്ടങ്ങൾക്കും നമ്മൾ നിന്നു കൊടുക്കാനുള്ള ഒരു സ്ഥിതിയാണ്. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളുടെ കേസിൽ ഉള്ള പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒന്നും ഈ വലിയ കുട്ടികളുടെ കേസിൽ വെച്ച് പുലർത്തുന്നതിൽ യാതൊരു ന്യായവും ഇല്ല എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകും. ചെറിയ കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടായ ഹാർഡ് ഡാറ്റ നമ്മുടെ മുമ്പിലുണ്ട്. ആ കുട്ടിക്ക് പഠനശേഷി എന്താണ്, ആ കുട്ടികളുടെ ഇമോഷണൽ കപ്പാസിറ്റി എന്താണ്, ആ കുട്ടികൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ സ്കില്ലുണ്ടോ, കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, കുട്ടിയുടെ ഇൻട്രസ്റ്റ് എന്താണ്. ഇതൊക്കെ ഇപ്പോൾ ഒരു 17 വയസ്സുകാരൻ്റെ 18 വയസ്സുകാരൻ്റെ 20 വയസ്സുകാരൻ്റെ കാര്യത്തിൽ നമുക്കറിയാം. ഒരു ചെറിയ കുട്ടിയുടെ കേസിൽ അങ്ങനെയല്ല. ചെറിയ കുട്ടിയുടെ കേസിൽ നമ്മൾക്കിത് അറിയില്ല. നമ്മളിതൊക്കെ ഇനി ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് വേണം, നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് വേണം. അപ്പൊ ആ ഹാർഡ് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രാക്ടിക്കലായ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോള് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്, പ്രത്യേകിച്ച് യൂത്തിന്റെ കാര്യത്തിൽ, ഈ മുതിർന്ന കുട്ടികളുടെ കാര്യത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ സമയമില്ലാത്തതുകൊണ്ട് 2-3 ടിപ്പ് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, ഇപ്പോഴുള്ള അവസ്ഥ നമ്മുടെ ഒരു വീടുകളുടെ സ്ഥിതി എടുത്താൽ പാരന്റിങ് ഒരു ഓവർ പ്രൊട്ടക്റ്റീവായ ഭയങ്കര ഒരു എന്താ പറയാ വല്ലാത്തൊരു സംരക്ഷണ ഷീൽഡ് ഒരുക്കുന്നുണ്ട് ഈ പറയുന്ന പ്രായത്തിലുള്ള കുട്ടികളും തീരെ സീരിയസ് അല്ല എന്നുള്ളതാണ്. സീരിയസ് അല്ല പറഞ്ഞാൽ ഇപ്പൊ ഈവൻ പഠിത്തം കഴിഞ്ഞ് PG കഴിഞ്ഞാലും ജോലിയൊന്നും ഇല്ലെങ്കിൽ വേറെ ഒരു കല്യാണം ഒന്നും വേണ്ട, അല്ലെങ്കിൽ കെട്ടിക്കണ്ട എന്നൊക്കെ പറയുന്നതിന്റെ ലോജിക്ക് എന്താന്ന് വെച്ചാൽ അവർക്കറിയാം അവര് സുരക്ഷിതരാണ്, അവരെ പാരന്റ്സ് എവിടുന്നെങ്കിലും അവരെ കൊണ്ടൊന്ന് പോറ്റും. ഈ ഓവർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ആ ഷീൽഡ് നമ്മുടെ കൾച്ചറിന്റെ ഒരു ഭാഗമായിട്ടുള്ള. അതുകൊണ്ട് ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞ് വേഗം അവസാനിപ്പിക്കാം. ഒന്ന്, ഈ ഓവർ ഫങ്ഷനിങ് നമ്മളൊന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട് കുട്ടികളുടെ വയസ്സ് എന്ന് പറഞ്ഞാൽ. ഈ പ്രായത്തിൽ 22 വയസ്സുകാരന്റെ കാര്യത്തിൽ ഒരു വില്ലേജ് ഓഫീസ് പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണമെങ്കിൽ അത് അച്ഛനും അമ്മയും പോകണം, അല്ലെങ്കിൽ പോയി വാങ്ങിക്കൊടുക്കുന്ന അവനക്കറിയാം. ഈ രീതിയിൽ അവന്റെ ആവശ്യങ്ങൾക്കും അച്ഛനും അമ്മയും തിരിക്കുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാവേണ്ട ഒരു ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ലാണ്ടാവും. ആ കുട്ടിയെ റിയൽ വേൾഡിനെ ആ കുട്ടിക്ക് ഫേസ് ചെയ്യാൻ കഴിയില്ല. അതേപോലെ തന്നെയാണ് ഈ ദൈനംദിന ഉത്തരവാദിത്തങ്ങളുടെ കേസിലും ഇത് തന്നെയാണ്. എല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. കുട്ടി പണിയൊന്നുമില്ലാത്ത കുട്ടിയാണെങ്കിൽ 11 മണിക്ക് എണീറ്റ് വന്നാൽ ഉച്ചയ്ക്ക്, എന്നാലും പ്രശ്നമൊന്നുമില്ല, എല്ലാം ഓക്കെ ആയിരിക്കും വീട്ടിനുള്ളിൽ. എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഡെയിലി റെസ്പോൺസിബിലിറ്റി എൻട്രസ്റ്റ് ചെയ്യാത്ത ഒരു തരം പാരന്റിങ് ഒക്കെ ഞങ്ങൾ ചെയ്തോളൂ, ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള ശൈലി വരുമ്പോൾ ആ കുട്ടി മനസ്സിലാക്കുന്ന ഒരു രീതി നേരെ തിരിച്ചായി പോകുന്നുള്ളതാണ് അതിന്റെ വേറൊരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് തോന്നി വെച്ചാൽ, ഞാൻ ഇപ്പൊ കോളേജിന്റെ ഡയറക്ടറാന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞു. എൻ്റെ ലൈഫിൽ കുറേ കഥകൾ പറയാനുണ്ട്, പക്ഷെ ഒന്ന് ഞാൻ പറയാം. എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഈ വരുന്ന പ്രായത്തിലുള്ള കുട്ടികളുടെ കയ്യിലൊക്കെ ഉള്ളത് വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ 10 കുട്ടികൾ എടുത്താൽ, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും, അതിൽ 6 കുട്ടികളുടെ കയ്യിലും ഉണ്ടാകുന്ന ഫോണ് മിക്കവാറും ആപ്പിൾ ഫോണായിരിക്കും. അത് ഏറ്റവും വില കൂടിയ ഫോണായിരിക്കും, ഏറ്റവും വില കൂടിയ ബ്രാൻഡായിരിക്കും. അവര് ധരിക്കുന്ന ഡ്രസ്സ്, അവർ ധരിക്കുന്ന ചെരുപ്പ്, അവരുപയോഗിക്കുന്ന മറ്റു സാധനങ്ങൾ, എങ്ങനെയാണ് ഇത്ര ലക്ഷറീസ് ആയി കുട്ടികൾക്ക് പറ്റുന്നത്? യഥാർത്ഥത്തിൽ അവിടെ ഇത് തന്നെയാണ് പ്രശ്നം. അതായത് ഈ ലക്ഷറിയും ഫണ്ട് ചെയ്യുന്ന പാരന്റ്സ് ആണ്. അതായത് ബേസിക് നീഡും ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുന്നത് മാത്രമല്ല, ഇതും ഈ ലക്ഷറിയും കൂടെ ചെയ്യുമ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇതിന്റെ ഒരു വാല്യൂ കുട്ടികൾക്ക് തിരിച്ചറിയാതെ പോകുന്ന സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇനീഷ്യേറ്റീവിൽ കുറവുണ്ടാവും. അത് മറ്റൊരു ഒരു പ്രധാനപ്പെട്ട അതിൽ നിന്ന്, ആ ലക്ഷറി ഫണ്ടിങ്ങിൽ നിന്ന് നിർബന്ധമായും ഒരു മാറ്റം നമ്മൾ ഉണ്ടാക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. നാലാമത്തെ ഒരു കാര്യം ആ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു വെച്ചാൽ, കുട്ടികള് എന്താ പറയാ, അവരും കൂടെ ഷെയർ ചെയ്യേണ്ടതാണ്. കുട്ടികളെ നമ്മളൊരു പർപ്പച്വൽ ഒരു സ്കൂൾ കിഡിനെ പോലെ കാണാൻ പാടില്ല. കുട്ടികള് നിനക്ക് ഉത്തരവാദിത്വം ഉണ്ട്, നീ അത് ചെയ്യണം, ആ പണിയെടുക്കണം, ഈ പണിയെടുക്കുക, എന്ത് തരം വെച്ചാൽ നമ്മൾ പറയല്ലോ, അനുവദനീയമായ നിയമാനുസൃതമായ
എന്ത് പണിയെടുക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളിടത്തേക്ക് എത്തേണ്ട സ്ഥിതിയിലാണ്. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഈ കുട്ടിയെ ഒരു മെച്യൂരിറ്റിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടെന്ന് എനിക്കൊന്ന്. മറ്റൊരു കാര്യം വെച്ചാൽ നമ്മൾ ഈ ക്വാളിഫിക്കേഷന് പകരം കുട്ടിയുടെ എംപ്ലോയബിലിറ്റിയെ കുറിച്ച് കൂടുതൽ ബോധർ ചെയ്യേണ്ട ഒരു കാലം അതിക്രമിച്ചു എന്നുള്ളൊരു ഫീലിംഗ് ആണ് എനിക്കുള്ളത്. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു ചർച്ചയ്ക്ക് സ്കോപ്പുള്ള ഒരു വിഷയമാണ്. എന്നാൽ പോലും ഞാൻ പറയാം, എന്താ വെച്ചാൽ എപ്പോഴും സ്കിൽസിനാണ് പ്രാധാന്യം. എപ്പോഴും ആളുകൾ തൊഴിലിടങ്ങളിൽ അല്ലെങ്കിൽ എംപ്ലോയേഴ്സ് നോക്കുന്നത് കുട്ടിയുടെ സ്കില്ലുകളെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ഷോർട്ട് ടേം കോഴ്സുകൾ, ഡിജിറ്റൽ ആവാം, ടെക്നിക്കൽ ആവാം, വൊക്കേഷണൽ ആവാം, എത്തരത്തിലുള്ള കോഴ്സുകളെ, അത്തരത്തിലുള്ള ട്രെയിനിങ്ങിലെ അവസരങ്ങൾക്കാണ് കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത് എന്ന് തോന്നുന്നു എനിക്കിത്. ഞാൻ ഈ പറയുന്നത് ഒരു ഓൾറെഡി ഒരു പ്രൊഫഷനോ അത്തരത്തിലുള്ള ഹൈ ലെവലിൽ എത്തിപ്പെട്ട ഒരു ഗിഫ്റ്റഡ് ചൈൽഡിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആ ചൈൽഡ് എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ ഈ പറയുന്ന സ്റ്റുഡന്റ് പോപ്പുലേഷന്റെ ഒരു 1% ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള സ്ഥിതി അതല്ല. ഭൂരിപക്ഷ സ്ഥിതിയെ കുറിച്ച് പറയുമ്പോൾ ഈ സ്കിൽ സെറ്റിനെ കുറിച്ച് കൂടുതൽ ബോധവാനായേ പറ്റൂ. ആ രീതിയിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. മറ്റൊന്ന് ഈ ഗിഗ് വർക്സ്. ഗിഗ് വർക്സ് പറഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരു ഡോക്ടറെ നമുക്ക് ഒരാഴ്ച കൊണ്ടൊക്കെ ഏറ്റവും നല്ല ഡോക്ടർ ഒരാഴ്ചത്തെ ബുക്കിങ്ങിന് കിട്ടും. പക്ഷെ ഒരു ഇലക്ട്രീഷ്യനോ പ്ലംബറെ കിട്ടിക്കൊള്ളുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കിട്ടാതാവുന്നതെന്ന് വെച്ചാൽ ഈ ഗിഗ് വർക്കിന് നമ്മൾ കൊടുത്ത എന്താ പറയാ, നമ്മൾ പ്രൊമോട്ട് ചെയ്യാതിരുന്നതിന്റെ ഒരു ദുരന്തമാണ്. അങ്ങനെയുള്ള ടൈപ്പ് വർക്ക്, അതായത് പിന്നെ ഈ എൻട്രി ലെവൽ ജോബ്സ്, അതുപോലെ ലോക്കൽ റേറ്റുകൾ വർക്ക്, ഇത്തരത്തിലുള്ള സ്കിൽ വർക്കുകൾ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ മാത്രമേ ഈ കുട്ടികൾ തൊഴിലിന്റെയും ഫൈനാൻസിന്റെയും വാല്യൂ തിരിച്ചറിയുള്ളൂ. മാത്രമല്ല അവർ ഈഗോ കുറക്കാൻ പറ്റുള്ളൂ. അപ്പം പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. ഈ സോഫ്റ്റ് സ്കില്ലിന്റെ ഗ്യാപ്പ് ഇപ്പൊ ഇന്റർവ്യൂകളൊക്കെ നമ്മൾ കാണുന്നത്. സോഫ്റ്റ് സ്കില്ല് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോയി കോച്ചിങ് ഫിനിഷ് സ്കൂളിൽ പോയി മാത്രം കിട്ടേണ്ട ഒരു സാധനമാണ് എന്ന് പ്രത്യേകിച്ച് എഡ്യൂക്കേറ്റഡ് പാരൻസ് വിചാരിക്കരുത്. ഈ സോഫ്റ്റ് സ്കില്ലിന്റെ ഗ്യാപ്പ് നിർബന്ധമായും നമ്മുടെ വീടുകൾക്കുള്ളിൽ തന്നെ കുറച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കണം. പിന്നെ അതേപോലെ കുട്ടികളെ തൊഴിലുമായി അടുപ്പിക്കാനുള്ള ഒരു മറ്റു മാർഗം എന്ന് വെച്ചാൽ ഈ വോളണ്ടിയറിങ് എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാതെയും നമ്മൾ പണിയെടുക്കണം, എടുക്കേണ്ട സാമൂഹ്യ ബാധ്യതയുടെ പേരിൽ. ഇപ്പൊ നമ്മളെ പുതിയ ജനറേഷൻ, എനിക്ക് തോന്നുന്നത് ഞങ്ങൾ വയനാട്ടിലൊക്കെ അനുഭവിക്കുന്നുണ്ട്, പിന്നെ കാര്യങ്ങൾക്കും യങ് ജനറേഷൻ കിട്ടുന്നില്ല. എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞു പോകും, ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഒരു സംഘടന, ഇപ്പൊ CG എടുത്ത വയനാട്ടിലെ CG ആണെങ്കിലും അത്തരത്തിലുള്ള എല്ലാ സംഘടനയാണെങ്കിലും അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള യങ് ജനറേഷൻ ഒരു വോളണ്ടറി വർക്ക് ചെയ്യാൻ എനിക്കെന്ത് കിട്ടും എന്നൊരു ലൈനിലേക്കാണ് കുട്ടികൾ, ഒരു ജനറേഷൻ വന്നത്. ആ വോളണ്ടറി വർക്കിനെയും കമ്മ്യൂണിറ്റി സർവീസിനെയും നെറ്റ്വർക്ക് ബിൽഡിങ്ങിനെയും പ്രോത്സാഹിപ്പിക്കുകയും അതിലേക്ക് കുട്ടികളെ കൈപിടിച്ചു കൊണ്ടുപോവുകയും ചെയ്യാത്തടത്തോളം കാലം കുട്ടികൾ ഇനീഷ്യേറ്റീവ് പോകാൻ യാതൊരു സാധ്യതയുമില്ല എന്നാണ് ഒരു ധാരണ എനിക്ക് തോന്നിയത്. എൻ്റെ ഒരു ഒബ്സർവേഷൻ ആയിട്ടാണ് തോന്നുന്നത്. ഇപ്പൊ നിരന്തരമായി എന്തോ പണിയാവട്ടെ, എത്രയാണെന്നുള്ളതല്ല, ആ പണി നമ്മൾ എടുക്കുക, ആ പണിയിൽ അഭിമാനം കൊള്ളുക, തൊഴിലിന്റെ മഹത്വത്തെ കുറിച്ച് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ആ കുട്ടിക്ക് അങ്ങനെ ഉണ്ട ഒരു ഈഗോ, മറ്റുള്ളവരെന്ത് പറയും അല്ലെങ്കിൽ അയൽവാസികൾ എന്ത് പറയും എന്നുള്ള ഒരു സോഷ്യൽ സംഭവത്തിൽ നിന്ന് മാറി ആ കുട്ടിയെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമേ ഇതിലേക്ക് പറ്റൂ എന്നാണ് അവസ്ഥ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂ എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അടുത്ത വിഷയങ്ങളിൽ കൂട്ടി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കുട്ടികളെ കൊണ്ട് എല്ലാ തരത്തിലുള്ള തൊഴിലും പ്രോത്സാഹിപ്പിക്കണം എന്ന് മാത്രമല്ല, അവർക്ക് കിട്ടുന്ന ഏറ്റവും ചെറിയ വരുമാനമാണെങ്കിൽ പോലും ആ വരുമാനം നമ്മുടെ ഫാമിലിയിലെ യൂട്ടിലിറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ട, നീ ഉപയോഗിക്കുന്ന വൈഫൈന്റെ ബില്ല് നീ പ്രാവശ്യം കൊടുക്കണം, അതല്ലെങ്കിൽ നീ പ്രാവശ്യം ഇലക്ട്രിസിറ്റി ബില്ല് നിന്റെ കുറച്ച് കൊടുക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിന്റെ ഒരു കൂട്ടമായിട്ട് കൊണ്ടുവരും ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ കുട്ടികളെ എന്താ പറയാ ഒരു പുതിയ ദിശയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒറ്റ പോയിന്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിന്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് പാരന്റിങ്ങിലെ സുതാര്യതയാണ്. നിങ്ങളുടെ ഫൈനാൻസ് അത് എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ കുട്ടികളുടെ മുമ്പിൽ സുതാര്യമാണ്. ഞാൻ അക്കാര്യത്തിൽ ഒരു സക്സസ്ഫുൾ പാരന്റാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നുവെച്ചാൽ പിന്നെ നിങ്ങളെ മേശപ്പുറത്ത് ഒരു നോട്ട്ബുക്ക് വെച്ച് നിങ്ങൾ അന്നത്തെ ചെലവ് രാത്രി കുട്ടികളെ കൊണ്ട് എഴുതിക്കണം. എന്നാണ് ഇന്നത്തെ ചെലവ്. ശമ്പളം കിട്ടുമ്പോൾ, വരുമാനം കിട്ടുമ്പോൾ അത് എഴുതിയിട്ട് മാസ വരുമാനം ബാക്കി എത്രയെന്ന് കുട്ടിക്ക് മനസ്സിലാവണം. അത്തരത്തിലുള്ള ഒരു ഗ്രൂമിങ് കുട്ടികൾക്ക് വരുമ്പോൾ ഇതിങ്ങനെ ഒരുപാട് എന്ത് ചോദിച്ചാലും തരാവുന്ന ഒരു സംഭവമാണ് എൻ്റെ പാരൻസ് എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് കുട്ടികൾ വഴുതി ഒരു നല്ല ട്രാക്കിലേക്ക് പോകാനുള്ള സാധ്യതയും, എങ്ങനെയെങ്കിലും ഒരു തൊഴിൽ കണ്ടെത്തണമെന്നും ആ തൊഴിലിനാവശ്യമായ സ്കില്ലും
ആ സ്കെയിലിന് ആവശ്യമായ അറ്റംപ്റ്റും എൻ്റെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ള ബോധ്യം കുട്ടികൾക്ക് ഉണ്ടാവുകയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു നമ്മുടെ ചെറുപ്പക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം, ഏറ്റവും വലിയ സമ്പാദിച്ചാൽ ഒരു തൊഴിലിലേക്ക് ആ കുട്ടിയെ കൈവച്ചാൽ, നമ്മൾ വിശ്വാസികളൊക്കെ ആണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം നമ്മുടെ മക്കൾക്ക് നിയമാനുസൃതമായ എന്താ പറയുക അനുവദനീയമായ ഒരു തൊഴിൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കണേ എന്നാണ്. തൊഴിലാണ് ആ കുട്ടിയുടെ ആത്മവിശ്വാസം, തൊഴിലാണ് ആ കുട്ടിയുടെ സെൽഫ് റെസ്പെക്ട്, അതാണ് കുട്ടിയുടെ, അതിൻ്റെ പേരാണ് സെൽഫ് റിലയൻസ്. അതിലൂടെ ഒരു സാമൂഹിക റെക്കഗ്നിഷൻ കിട്ടുള്ളൂ, അതിലൂടെയാണ് കുട്ടിയുടെ വ്യക്തിത്വത്തിന് തിളക്കമുണ്ടാവുള്ളൂ. അതല്ലാതെ അങ്ങനെ ഈ പറഞ്ഞ ഒരു കരിയറിന്റെ ബേസ് നമുക്ക് സൃഷ്ടിക്കാൻ സാധ്യമല്ല എന്ന് ഒരിക്കൽ കൂടെ ഓർപ്പിച്ചുകൊണ്ട് എനിക്ക് അവസരം തന്ന ഡിവിഷന് നന്ദി പറയുന്നു. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. നന്ദി, നമസ്കാരം. ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നത് പ്രകൃതിയുടെ ഒരു ജൈവ പ്രക്രിയയാണ്. എന്നാൽ അവരെ മനുഷ്യനായി വളർത്തിയെടുക്കുക എന്നുള്ളത് ഒരു തപസ്യയാണ്. യൗവനത്തിലേക്ക് ചുവടുവെക്കുന്ന മക്കളെ എങ്ങനെ ചേർത്ത് നിർത്തണം എന്നതിനെ കുറിച്ചും ഹൃദയസ്പർശിയായ രീതിയിലാണ് റഹീം സാർ എന്ന് സംസാരിച്ചത്. ഒരു കവിതാശകലം ഓർക്കുന്നു. വേരുകൾക്ക് ആഴമില്ലെങ്കിൽ ശാഖകൾ ആകാശത്തോട് കലഹിക്കും. തണലുകളില്ലാത്ത മരങ്ങളായി അവർ ഉണങ്ങിപ്പോകും. നമ്മുടെ മക്കളുടെ വേരുകൾ ആഴത്തിൽ ഇറങ്ങേണ്ടത് അവരുടെ കൗമാര യൗവന കാലങ്ങളിലാണ്. സ്വാതന്ത്ര്യത്തിനും നിയന്ത്രണത്തിനും ഇടയിലുള്ള ആ നേർത്ത നൂൽപാലത്തിലൂടെ മാതാപിതാക്കൾ എങ്ങനെ സഞ്ചരിക്കണമെന്ന് സർ എന്ന് നമുക്ക് കാണിച്ചു തന്നു. ആധുനിക രക്ഷിതാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ ആകുലതയാണ് ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. ഗ്രാജുവേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന വലിയൊരു യാഥാർത്ഥ്യത്തിന് മുന്നിൽ മക്കളുടെ ഭാവിയെ ഓർത്തുള്ള മാതാപിതാക്കളുടെ ആശങ്കകളെ അത്രമേൽ ആഴത്തിലാണ് റഹീം സാർ ഇന്ന് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. യുവത നിസ്സഹായരായി നിൽക്കുമ്പോൾ ഒരു രക്ഷിതാവിന്റെ ഉള്ളിലുണ്ടാകുന്ന വിങ്ങലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ റഷ്യൻ കവി ദമീൻ ബേദിനിയുടെ ഒരു വരിയാണ് ഓർമ്മയിൽ തെളിയുന്നത്. വിളഞ്ഞു നിൽക്കുന്ന പാടത്തേക്ക് നോക്കി വിത്തു വിതച്ചവൻ കരയുന്നു, കൊയ്ത്തുകാരല്ല, കൊടുങ്കാറ്റാണ് വരാനിരിക്കുന്നത് എന്ന ഭയത്താൽ. അതെ, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകിയിട്ടും അവരുടെ നാളെയെക്കുറിച്ചുള്ള ഭയം ഇന്ന് മാതാപിതാക്കളെ പലപ്പോഴും വേട്ടയാടുന്നതായി കാണും. എന്നാൽ ഈ കഠിനമായ യാഥാർത്ഥ്യങ്ങൾക്കിടയിലും മക്കൾക്ക് തണലാകേണ്ടത് എങ്ങനെയെന്നും ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ യൂത്ത് പാരന്റിംഗ് എങ്ങനെ മാറ്റിയെടുക്കണമെന്നും വളരെ കൃത്യമായി ആധികാരികമായി സാർ നമുക്ക് പറഞ്ഞു തന്നു. വഴിവിളക്കുകൾക്ക് സൂര്യനാകാൻ കഴിയില്ലായിരിക്കാം, പക്ഷെ ഇരുണ്ട വഴികളിൽ അവർക്ക് തനിച്ചല്ലെന്ന ബോധ്യം നൽകാൻ അതിന് കഴിയും. നമ്മുടെ മക്കൾക്ക് ആ വഴിവിളക്കാകാൻ ഈ ക്ലാസ് നമ്മെ പ്രാപ്തരാക്കി. ഇത്രയും ഗൗരവമേറിയ ഒരു വിഷയം ഹൃദയത്തിൽ തൊടും വിധം അവതരിപ്പിച്ച ആദരണീയനായ റഹീം സാറിന് ഡിവിഷൻ പ്രോഗ്രാമിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. സാന്നിധ്യം കൊണ്ട് ഈ പ്രോഗ്രാം വിജയിപ്പിക്കുന്ന പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസിനും ഹൃദയഭാഷയിൽ നന്ദി. പ്രശസ്ത റഷ്യൻ കവിയുടെ വരികൾ ഇങ്ങനെയാണ്: നീ നിന്റെ കുട്ടിയെ ഒരു വഴിയിലൂടെ നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ആ വഴിയിലെ മുള്ളുകൾ നിന്റെ കൈകൾ കൊണ്ടെടുത്ത് മാറ്റുക. കാരണം അവന് നടക്കേണ്ടത് നിന്റെ ഹൃദയത്തിലൂടെയാണ്. ഹൃദയത്തിലൂടെ മക്കളെ വഴി നടത്താൻ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ രക്ഷിതാക്കൾക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഇന്നത്തേക്ക് വിടാം. താങ്ക് യു ഓൾ. Thank you. More power to you.